മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോളെ ഇനിയും വൈകിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഈ പ്രാന്തിൻ്റെ കൂടെ. അമ്മായി പ്ലീസ്, അങ്ങനെ ഒരിക്കൽ കൂടി ഇനി പറയരുത്. സ്നേഹം കൊണ്ട് ഭ്രാന്തനായിട്ടുള്ള ഒരാളാണ് എൻ്റെ അശോക്. അത്രമേൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ കൂടപ്പിറപ്പിൻ്റെ വേർപാട്. മോളെ നിറഞ്ഞ മിഴികളോടെ വിളിച്ച് ദുർഗ. ഇല്ല അമ്മായി, ഞാൻ അത്രമേൽ സന്തുഷ്ടതയിൽ തന്നെയാണ്. പിന്നെ ഇന്ന് അമ്മായി ഞങ്ങൾ വിരുന്ന് വിളിക്കാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും, എനിക്കറിയാം. തൽക്കാലം ഇപ്പം അതൊന്നും വേണ്ട അമ്മായി. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അശോക് പഴയ പോലെ അല്ല, അതിനേക്കാൾ മികച്ച രീതിയിൽ തിരിച്ചു വരും. അതിനെൻ്റെ അശോകിനെ തിരികെ കൊണ്ടുവരാൻ എനിക്ക് കഴിയും അമ്മായി. അവളുടെ വാക്കുകൾ കേൾക്കെ നിറഞ്ഞൊഴുകുന്ന തൻ്റെ മിഴികൾ അമർത്തി തുടച്ച് ദുർഗ. ശിവക്ക് മുമ്പിൽ താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ലെന്ന് തോന്നിയ ദുർഗ പിന്തിരിഞ്ഞ് നടന്നു. ശിവയെ വേദനയോടെ നോയിക്കൊണ്ട് ലക്ഷ്മിയും ദുർഗയുടെ പിറകെ നടന്നു. മോളെ ശിവ. വേണ്ട മാമി, എനിക്കിതിൽ മറ്റൊന്നും പറയാനില്ല. സത്യൻ പറയാൻ പോകുന്ന എന്താണെന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ പറയാൻ അനുവദിക്കാതെ അതിനെ തടഞ്ഞുകൊണ്ട് മറുപടി നൽകി ശിവ. അവളോട് കൂടുതൽ പറഞ്ഞു തിരുത്താൻ കഴിയില്ലെന്നുകൊണ്ട് തന്നെ സത്യൻ ഒന്നും പറയാതെ അശോകിനെ നോയിക്കൊണ്ട് തിരികെ നടന്നു. സത്യം പോകുന്നത് നോക്കി നിൽക്കുന്ന ശിവയുടെ കൈകൾ പിടിച്ചു ശങ്കർ. ചേച്ചി, ഇതയാളല്ലേ? അതെ ശങ്കര, ഇത് അന്ന് നമ്മൾ ബാംഗ്ലൂർ കണ്ട അശോക് തന്നെയാണ്. എൻ്റെ ചേച്ചി ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ ഇത്? അറിയില്ല മോനെ, പക്ഷെ ഒന്നറിയാം, ആ മനുഷ്യന്റെ ശ്വാസം പോലും മോൻ്റെ ഈ ചേച്ചിയാ. ചേച്ചി? അതേടാ ശങ്കരൻകുട്ടി. പക്ഷെ ചേച്ചി ഇയാൾ സ്വഭാവത്തിലെത്തിയ ചേച്ചി സ്വീകരിക്കുക ചേച്ചി. ഒരു നിമിഷം ശങ്കറിന്റെ ചോദ്യം ശിവയുടെ മനസ്സിൽ തറഞ്ഞുപോയി. നിലത്തിരിക്കുന്ന അശോകിനെ നോയിക്കൊണ്ട് ശങ്കറിന്റെ മുഖത്തേക്ക് നോക്കി. സ്വീകരിക്കും. ആ മനസ്സിൽ ഈ നിധിയേക്കാൾ സ്ഥാനം മറ്റാർക്കും തന്നെ ഇല്ല ശങ്കര. ഉറച്ച വാക്കുകളോട് ശിവ പറയുമ്പോൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ നോക്കി ശങ്കർ ശിവയെ. ദുർഗക്കുമാർക്കും മുഖത്ത് വലിയ സന്തോഷം തന്നെ ഉണ്ടായിരുന്നില്ല. അവരൊരിക്കൽ ഭക്ഷണം പോലും കഴിക്കാൻ തോന്നിയില്ലെങ്കിലും അവരുടെ നിർബന്ധത്തിൽ കഴിച്ചെന്ന് വരുത്തി തീർത്ത് വേഗം എണീറ്റു. അല്പനേരം കൂടി ശിവയോട് സംസാരിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങിയവർ. ദുർഗയ്ക്ക് ശിവയെ ഓർക്കുമ്പോൾ സത്യനോടുള്ള ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിയായിരുന്നു. അതവരുടെ മുഖത്ത് സത്യനെ കാണുന്നേരൊക്കെയും കാണുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കൈലാസത്തിൽ നിന്നും തിരിച്ചു. അവർ പോകുന്ന നോക്കി നിൽക്കുന്ന ശിവയുടെ അടുത്തേക്ക് വന്ന് മാലിനി ഒന്ന് തൊണ്ടാനയ്ക്ക് ശബ്ദമുണ്ടാക്കിയവർ. ആ, നിന്റെ ഒരു യോഗം. എല്ലാം ഉണ്ടായിട്ട് ഒന്നിനും കൊള്ളാത്തൊരു ഭ്രാന്തനെ കെട്ടേണ്ടി വന്നല്ലോ നിധി നിനക്ക്. ഇനിയും വൈകിട്ടില്ല, നിനക്ക് എന്തും തീരുമാനിക്കാം. ദേ, അവനൊരു പൊട്ടനാ. ഇനി അത് മാറ്റാനും നിനക്കെന്നല്ല, ആർക്കും സാധിക്കില്ല. ഞാൻ നിന്നെ നല്ലതിനു വേണ്ടി പറയുന്നതെന്ന് കരുതിയാൽ മതി. നിനക്ക് ഇനിയും തീരുമാനം മാറ്റാൻ സമയമുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ മോള് സൗഗന്ധി, അവൾക്ക് അശോകിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അവൻ ഈ അസുഖം വന്നിട്ട് എല്ലാവരും എൻ്റെ മോൾ അവനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ നിന്ന് കൊടുക്കുമോ? അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. കാര്യം അവന് ഒരുപാട് സ്വത്തൊക്കെ ഉണ്ടെന്നാലും ഒരു ഭ്രാന്തനായതുകൊണ്ട് മാത്രം ഞാൻ എതിർത്ത്. അവനെ വിട്ട് വേറെ നല്ല സ്ഥിരബുദ്ധിയുള്ളവനെ പോയി കെട്ടി ജീവിക്കാൻ നോക്കും മോളെ. അയ്യോ അപ്പച്ചി, അല്ല അങ്ങനെ വിളിക്കാലോ അല്ലേ? അശോകിൻ്റെ അപ്പച്ചി എനിക്കും അങ്ങനെയാണല്ലോ അല്ലേ? അപ്പം അതെ അപ്പച്ചി, ആദ്യം തന്നെ പറയാലോ, എൻ്റെ അശോകിനെ എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി. അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ അശോകിനെ ഓർത്തെടുക്കാൻ കഴിഞ്ഞത്. വേറെ ഒരാൾ കിട്ടിയ ശേഷമായിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്നൊരു നോവുണ്ടായേനെ. പിന്നെ അശോകിൻ്റെ അസുഖം അതൊക്കെ ഞാൻ മാറ്റിയെടുക്കും അപ്പച്ചി. അപ്പച്ചി നോയിക്കോ. ഒരു ചിരിയോടെ പറഞ്ഞ് തിരികെ നടന്നു. എന്തോർത്ത് പോലെ വീണ്ടും തിരിഞ്ഞ് മാലിനിയുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അപ്പച്ചി സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരെ ഭ്രാന്തനെന്നൊക്കെ പറയുന്ന കേട്ടാലേ ദേഷ്യം കൂടും. ആ സമയത്ത് അവരെന്തൊക്കെ ചെയ്യുന്നു പറയാൻ പോലും പറ്റില്ല. ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അപ്പച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഭ്രാന്തൻ എന്ന്. അതുകൊണ്ട് അപ്പച്ചി നല്ലോണം സൂക്ഷിക്കണം. അതായത് ഈ ഭ്രാന്തുള്ളവർ നമ്മളെ കൊന്നുകളഞ്ഞാൽ പോലും അവർക്ക് കേസ് ഉണ്ടാവില്ല. പിന്നെ അപ്പച്ചി എങ്ങാനും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ. സൂക്ഷിക്കണേ അപ്പച്ചി. എന്നാൽ ഞാൻ അശോകിൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ. ഇനി അങ്ങോട്ട് അശോകിനെ പഴയ പോലെ ആക്കിയെടുത്തിട്ട് എനിക്ക് വിശ്രമമുള്ളൂ. അതിനിടയിൽ അപ്പച്ചി അശോകിന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വൈകുണ്ടാക്കരുത് കേട്ടോ. അപ്പം അപ്പച്ചി പോട്ടെ. മാലിനിയെ ഒരു പരിഹാസഭാവത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ നടന്നു നീങ്ങി. അവൾ പോകുന്ന നോക്കി മാലിനി പല്ലിറുമി. ഒറ്റ ദിവസം കൊണ്ട് ഈ പെണ്ണിനെ അപ്പൊട്ടെൻ്റെ ഭ്രാന്തി കയറി ഈശ്വര. അവൾ പോകുന്ന നോക്കി സ്വയം പറഞ്ഞു മാലിനി. 4 ദിവസം കടന്നുപോയി. എല്ലാവർക്കിടയിൽ ഇണങ്ങി ചേർന്ന് നിധി അവളിൽ ഒരാളായി തീർന്നിരുന്നു. മാത്രമല്ല, എപ്പോഴും തൻ്റെ അടുത്തിരുന്ന് കൂട്ടുകൂടി നിൽക്കുന്ന അശോകിനെ അവളെ കാണുമ്പോൾ മുഖത്ത് പുഞ്ചിരി വിടാൻ തുടങ്ങിയിരുന്നു. അവൾ പറയുന്ന അനുസരിക്കാനും അവളോട് എന്തോ പറയാൻ ശ്രമിച്ച് പൊട്ടിച്ചിരിക്കാനും ഇതെല്ലാം ശിവക്ക് വല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. ഒരു ദിവസം രാവിലെ അശോകിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അരുന്ധതിയുടെ അടുത്തേക്ക് ചെന്നു ശിവ. മുത്തശ്ശി, ആഹാ എന്താ മോളെ, വലിയ സന്തോഷത്തിലാണല്ലോ. പുഞ്ചിരിയോടെ വരുന്ന നിധിയെ കണ്ടുകൊണ്ട് ചോദിച്ചു അരുന്ധതി. സന്തോഷിക്കാതെ പിന്നെ? ദേ ഇത് കണ്ടോ പറഞ്ഞോട് തലതിരിച്ചു നിന്നു. ആഹാ, അശോക് ഇപ്പം മോളുടെ കൂടെ നല്ല കൂട്ടായി അല്ലേ? പെട്ടെന്ന് അരുന്ധതി പറയുന്ന കേട്ട് ഇതെങ്ങനെ മനസ്സിലായെന്ന ഭാവത്തോടെ നോക്കി അവൾ. എന്നെ ഇങ്ങനെ നോക്കേണ്ട. ഈ വീട്ടിൽ ഈ ഇലഞ്ഞി പൂവിൻ്റെ ഗന്ധം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ അവനാ, നിന്റെ അശോക്. മാത്രമല്ല പണ്ട് ഇതുപോലെ അവൻ കോർത്ത് തന്നിട്ടുണ്ട് എനിക്കും.
ഇന്നലെ അവന് സരസ്വതി പൂവ് കൊണ്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിരുന്നു. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ മുത്തശ്ശി. അരുന്ധതി അവൾ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീ കണ്ടില്ല, കാണില്ല. കാരണം ഇത് കോർത്ത് നിനക്ക് തലയെ ചൂടാൻ വേണ്ടി അവൻ കോർത്ത് കഴിയും വരെ നിന്നെ കാണിച്ചില്ല. അവൻ അത്രമേൽ ഇഷ്ടമുള്ളവർക്ക് അവൻ ഇങ്ങനെ ചെയ്തു കൊടുക്കൂ. അരുന്ധതി പറയുമ്പോൾ ശിവയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷം നിറഞ്ഞു വന്നിരുന്നു. മുത്തശ്ശി, എന്താ മോളെ? എൻ്റെ നിധിക്ക് മുത്തശ്ശിയോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. മുത്തശ്ശി, അത് ഇവിടെ അടുത്ത് ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ? എനിക്കൊന്ന് പോകാനായിരുന്നു. അതിനെന്താ മോളെ, ഇവിടെ അടുത്ത് തന്നെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. ഞാൻ രാവിലെ അവിടെ പോയിരുന്നു. മോൾക്ക് അമ്പലത്തിൽ പോകുന്ന ശീലമുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഇവിടെ ചിലരൊക്കെ പോകും, ചിലർക്കൊക്കെ പ്രത്യേക ദിവസങ്ങളിൽ അണിഞ്ഞൊരുങ്ങി പോകുന്നതാണ്. അതെന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. മോൾക്ക് ഏതായാലും ദൈവങ്ങളിൽ വിശ്വാസം ഉണ്ടല്ലോ. ഈ മുത്തശ്ശിക്ക് സന്തോഷമായി. ഏതായാലും ഞാൻ മനോഹരനെ ഒന്ന് വിളിക്കട്ടെ. ഇവിടുത്തെ കാറിൽ പോയാൽ മതി. അവ മോളെ കൊണ്ടുപോയിക്കോളും. നാളെ മുതൽ പോകുമ്പോൾ മുത്തശ്ശി മോളെയും വിളിക്കാം. എന്താ, അതുപോരെ മോളെ? മതി മുത്തശ്ശി, ഇപ്പൊ ഞാൻ പോയിക്കോളാം. ആ, എന്നാ അങ്ങനെ ആവട്ടെ. ഡാ മനോഹരാ, മനോഹരാ. അരുന്ധതി മനോഹരൻ നീട്ടി വിളിച്ചപ്പോൾ പുറത്തുനിന്ന് മനോഹർ അവരുടെ അടുത്തേക്ക് വന്നു. എന്താ തമ്പുരാട്ടി? ദേ, നീതി മോൾക്ക് ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിൽ പോകണമെന്ന് താൻ ഡ്രൈവറോട് പറഞ്ഞ് മോളവിടെ കൊണ്ടുപോകാൻ പറ. അതിനെന്താ, വേണമെങ്കിൽ ഞാനും കൂടെ പോവാലോ. അയ്യോ ചേട്ടൻ ബുദ്ധിമുട്ടണ്ട, ഞാൻ പൊക്കോളാം. എന്ത് ബുദ്ധിമുട്ട് മോളെ, വാ. മനോഹർ ബഹുമാനത്തോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു. ആ, എന്നാ മോള് ചെല്ല്. ശരി മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞ് നിധി പുറത്തേക്ക് നടന്നു. ഒന്ന് നിന്നെ. പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും പുറകിലെ വിളിയായിട്ട് തിരിഞ്ഞു നോക്കി നിധി. തന്നെ ഒന്നാകെ പുച്ഛിച്ച് നോക്കി വരുന്ന സൗഗന്ധികയെ കണ്ടതും ചെറിയൊരു പുഞ്ചിരി നൽകി നിധി. വന്നപാടെ എല്ലാവരെയും അങ്ങ് കൈക്കുള്ളിലാക്കിയല്ലോ മോളെ നീ, അതും ആ പൊട്ടന് പോലും. അശോകിനെയാണ് പൊട്ടനെന്ന് അവൾ വിളിച്ചെന്ന് മനസ്സിലായതും ശിവ അവളെ തുറിച്ചു നോക്കി. ഓ, എന്നാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ആ പൊട്ടന് നീ എത്ര പെട്ടെന്ന് ആ കയ്യിലെടുത്തേ. നിർത്ത്, നീ പറയുന്നതിന്റെ ഭർത്താവിനെയാണ് നോക്കണം സൗഗന്ധി. ഭർത്താവ്? ഒരു പൊട്ടിച്ചിരിയോടെ പറഞ്ഞവൾ നിധിയെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ നിധി, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ? സൗഗന്ധികയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ട് നിധിക്ക് ദേഷ്യം ഇരച്ചു കയറി. എങ്കിലും അത് തന്നെ കൊണ്ട് കഴിയുന്ന പോലെ നിയന്ത്രിച്ചവൾ. എന്നിട്ടൊരു നേർത്ത പുഞ്ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഈ അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടുനടക്കുന്ന നീ ഒരു വിഡ്ഢിയായതുകൊണ്ടാണെന്ന് ഞാൻ പറയൂ സൗഗന്ധി. ഡീ, ഒന്ന് അടങ്ങ് എൻ്റെ സൗഗന്ധി. ഈ വെറും വിരലിലെണ്ണാവും ദിവസം കൊണ്ട് ഈ വീട്ടിലെല്ലാവരെയും ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റെ കാഴ്ചപ്പാട് ഭാര്യാഭർത്തൃബന്ധം എന്നത് ഏതവസ്ഥയിലും കൂടുന്ന ഒരുമിച്ച് സ്നേഹത്തോട് ജീവിക്കുന്ന ഒന്നാ. നിന്റെ കാഴ്ചപ്പാട് പോലെ വെറും ശാരീരിക സുഖത്തിന് വേണ്ടിയുള്ള ഒന്നല്ല ഈ ഭാര്യാഭർത്തൃബന്ധം. ഡീ, വന്ന് കയറിയില്ല, അപ്പോഴേക്കും കെട്ടിലമ്മ ചമേനാണോ നിന്റെ ഭാവം? ഏയ്, അങ്ങനെയൊന്നും എനിക്കില്ല സൗഗന്ധി. ഇനി നിനക്കങ്ങനെ തോന്നിയെങ്കിൽ അതും എൻ്റെ തെറ്റല്ല. പിന്നെ നിനക്ക് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകണം. പോട്ടെ. നിന്റെ ഈ ആറ്റിറ്റ്യൂഡെല്ലാം കൊള്ളാം, പക്ഷെ ഇതൊക്കെ വെറുതെ ആ മോളെ. ആ പൊട്ടനെ കൊണ്ട് നിനക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. മോളെ സൗഗന്ധി, ഇവിടെ വന്ന് ചിരിച്ച മുഖത്തോടെ സംസാരിക്കുന്ന നിധിയെ നീ കണ്ടിട്ടുള്ളൂ. എൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്കാ. അല്ലെങ്കിൽ മേലിൽ നിന്റെ ഈ കറ പിടിച്ച നാക്കുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുത്. അതും പറഞ്ഞ് തിരികെ നടക്കാൻ നിന്നോ വീണ്ടും അവളെ നോക്കിയൊന്ന് തിരിഞ്ഞു. ഇനി നിന്റെ നാവിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ പൊട്ടെന്ന് വിളിച്ചാ അദ്ദേഹത്തിനൊരു പേരുണ്ട്, അശോക് ഗുപ്ത. കേട്ടല്ലോ? ഇനി നിന്റെ നാവ് പിഴച്ചാ ഓർത്തു വെച്ചോ, പറയുന്നത് നിധി അശോക് ഗുപ്തയാ. തന്റെ മുഖത്തേക്ക് നോക്കി വീറോടെ പറഞ്ഞ് നടന്നു പോകുന്ന അവളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത അറിഞ്ഞു നോക്കി സൗഗന്ധി. നിധി കാറിലേക്ക് കയറാൻ ഒരുങ്ങിയതും നിധി ചേച്ചി പുറകിലെ വിളിയേട്ടം തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന വരുണികയും നന്ദലക്ഷ്മിയും ശ്രീവിദ്യയും ശ്രീറാമും. ഞങ്ങൾ ചേച്ചി അവിടേക്ക് തിരഞ്ഞു. അപ്പം മുത്തശ്ശിയാ പറഞ്ഞേ ചേച്ചി ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങിയെന്ന്. എന്തായാലും ഒറ്റക്കല്ലേ, ഞങ്ങൾ വരാം. നിങ്ങൾ എന്നും പോവാറുണ്ടോ? ഇല്ലേ ചേച്ചി, എപ്പോഴെങ്കിലും. അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് ഞങ്ങളുടെ ഈ കാര്യത്തിൽ എപ്പോഴും പരാതിയാ. നിധിയെ നോക്കി ഒരു ചെറു ചിരിയോടെ പറഞ്ഞു വരുണിക. എന്നാ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അല്ല, നിങ്ങൾക്കിന്ന് ക്ലാസ് ഇല്ലേ? ഇന്ന് കോളേജിൽ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാം നടക്കുക, അവിടെ ഞങ്ങളാരും പോയില്ല. ശ്രീറാം ഒരു ചിരിയോടെ പറഞ്ഞ് കാറിലേക്ക് കയറി. ഓരോ തമാശയും ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ച് ഓരോന്ന് സംസാരിച്ച് അവർ ക്ഷേത്രത്തിലേക്ക് പോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. അത് തീർത്തും അശോകിനെ ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു. അശോകിന്റെ ഭാര്യ എന്നതും കൈലാസത്തിലെ മരുമകൾ എന്നുകൊണ്ടും പലരും ബഹുമാനത്തോടെയും ചെറുപുഞ്ചിരിയോടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവൾ തിരികെ അവരുടെ കൂടെ ചെറുചിരിയോടെ സംസാരിച്ച് നടന്നു പോകുന്ന രണ്ട് മിഴികൾ ഇമവെട്ടാതെ പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന നിധി കണ്ടിരുന്നില്ല. തിരികെ കൈലാസത്തിലെത്തിയ നിധി ആദ്യം ചെന്ന് അശോകിന്റെ അടുത്തേക്കാണ്. അശോക് സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ നെറ്റിൽ കുറി തൊട്ടുകൊടുത്ത് ഒരു പുഞ്ചിരിയോടെ അവന്റെ മുടിയിലൂടെ ഒന്ന് തലോടി അവൾ. ആ പുഞ്ചിരിക്ക് പകരമായി അവളെ നോക്കി നിറഞ്ഞ പുഞ്ചിരി അവനും തിരികെ നൽകി. ശേഷം അവളുടെ കൈകൾ പിടിച്ച് ഇറുകെ പിടിച്ച് ആ കൈകളിൽ തന്നെ തലവെച്ച് നിലത്തെ ചുരുണ്ടിയിടന്നു. അശോകിന്റെ പ്രവൃത്തിയിൽ വല്ലാത്ത വാത്സല്യം തോന്നി അവൾക്ക്. ഒരു പുൻസിരിയോടെ അതിലുപരി പ്രണയാർദ്രമായി അവന്റെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചു അവൾ.
അശോക് ദേ ഇന്നലെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരോടെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ പോലെ ആർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും അന്ന് ദൈവം നമ്മൾ ഒരുമിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ പരസ്പരം അറിയാതെയാണെങ്കിലും കണ്ടതും മിണ്ടിയതും വാശിയാടിച്ചെല്ലാം അല്ലേ അശോക്? ആരോടുന്നില്ലാതെ അവനെ നോക്കി പറഞ്ഞുകൊണ്ട് പതിയെ തല ഉയർത്തി തന്റെ കൈകളെ പൊതിഞ്ഞു പിടിച്ച് കിടക്കുന്നവനൊന്നും നോക്കി അവൾ. കാലുകളിൽ കാണുന്ന അവന്റെ ചെങ്ങലകൾ കണ്ടതും മനസ്സിൽ വല്ലാത്തൊരു നോവ് പടർന്ന അവളിൽ. എന്തോ ഓർത്ത പോലെ അവനിൽ നിന്നും പതിയെ കൈകൾ വലിച്ചെടുത്തെണീറ്റ് അവന്റെ കാലുകൾക്കടുത്തേക്ക് ചെന്നു. അശോകിന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കാലുകളിലെ ചെങ്ങല അഴിച്ചെടുത്തു. ഇനി നിനക്കിത് വേണ്ട അശോക്. ബന്ധിച്ചു വെച്ച ഈ ചെങ്ങലകൾക്ക് പകരമായിട്ട് നിനക്ക് എന്നും കൂട്ടായി നിന്റെ ഈ നിധി ഉണ്ടായിരിക്കും. അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് ആ ചെങ്ങല ആ മുറിയുടെ ഒരു മൂലയിലേക്ക് എറിഞ്ഞു. അവന്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ച് അവനെയും കൊണ്ട് ആ ഇരുണ്ട മുറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവൾ. അശോകിന്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ച് അവനെയും കൊണ്ട് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി ഒരു നിധിയെ കണ്ട് ഹാളിലിരിക്കുന്ന അരുന്ധതിയും സരസ്വതിയും മറ്റുള്ളവരും തികഞ്ഞ ഞെട്ടലോടെ നോക്കി. സരസ്വതി അതിശയത്തോടെ എണീറ്റ് അവളുടെ മുന്നിലേക്ക് ചെന്നു. നിധി നീ ഇത് എങ്ങോട്ടാ അശോകിനെയും കൊണ്ട്? എങ്ങോട്ടും ഇല്ല അമ്മേ. അശോകിനെയും കൂട്ടി കാണലൊക്കെ ഒന്ന് ഇരിക്കാന്ന് കരുതി. എത്രയാന്ന് വെച്ചാ ഒരു മനുഷ്യനെ ഈ മുറികളിൽ തന്നെ ഇങ്ങനെ അടച്ചിടുന്നേ? എല്ലാവർക്കും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ച് ശുദ്ധമായി ശ്വസിക്കുമ്പോൾ തന്നെ അശോകിന് ഏറെക്കുറെ ശരിയാവും. ഓ പിന്നെ നീ ആരാടി? ഭ്രാന്തി ചികിത്സിക്കുന്ന ഡോക്ടറാണോ? എന്റെ സരസ്വതി, ഈ പെണ്ണിന്റെ വാക്കിയിട്ട് അശോകിനെ പുറത്തു വിട്ടാലേ അവൻ ബാക്കിയുള്ളവരെയും കൂടി ഉപദ്രവിക്കും. പിന്നെ അതിന്റെ പിറകെ നടക്കാനേ നേരം കാണൂ. നിധിയെ നോക്കി ഒരു പുച്ഛത്തോടെ പറഞ്ഞു മാലിനി. നിധി അരുന്ധതിയെ നോക്കി. മുത്തശ്ശി വേണ്ട, ഇതിനു വേണ്ടി ഇവിടെ ആർക്കും മുമ്പിൽ അനുവാദം ചോദിക്കേണ്ട ആവശ്യം നിനക്കില്ല നിധി. കാരണം നീ ഞങ്ങളുടെ അശോകിന്റെ ഭാര്യ. അവനിൽ ഇപ്പൊ നിനക്ക് ഒരുപാട് ഉത്തരവാദിത്വം കടമയുണ്ട്. അതുകൊണ്ട് നിന്നെ ആരും എതിർക്കില്ല. അതമ്മ പറഞ്ഞ് ശരിയാ, ഇവൾക്ക് ഉത്തരവാദിത്വം കടമയെല്ലാം ഉണ്ട്. പക്ഷെ അമ്മേ, അതുപോലെ തന്നെ അല്ലേ ഇവളും? ഈ നിൽക്കുന്ന അശോകിനില്ലേ ഇവളോട് കടമയെല്ലാം? നിധി അടിമുടി നോക്കി പരിഹസിച്ചുകൊണ്ട് മാലിനി പറയുന്ന കേട്ട് നിധി മാലിനിയെ ഒന്ന് തുറിച്ചു നോക്കി. ശേഷം അശോകിന്റെ കൈകളിൽ കൈകോർത്തി പിടിച്ചുകൊണ്ട് തന്നെ മാലിനിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അപ്പച്ചി പറഞ്ഞ സത്യ, പക്ഷെ ശരിക്കും ഇപ്പൊ അപ്പച്ചിയുടെ സ്ഥിരബുദ്ധി പോയ പോലെയാണല്ലേ അപ്പച്ചി? അപ്പച്ചിക്ക് അറിയുന്നല്ലേ അശോകിന്റെ ഇപ്പോഴത്തെ സ്ഥിതി? അപ്പച്ചിക്ക് ഞാനൊരു വാക്ക് തരാം. അശോകിനെ ഞാൻ പഴയതുപോലെ ആക്കിയെടുക്കുന്നു. അന്ന് അപ്പച്ചി ഇപ്പൊ പറഞ്ഞില്ലേ എന്നുള്ള കടമകൾ ഉത്തരവാദിത്തം എന്നെല്ലാം? അന്ന് അപ്പച്ചി എല്ലാം കൺകുളിർക്കെ കാണും. എന്താ അതുപോലെ അപ്പച്ചി? അശോക് നീ വാ, നമുക്ക് പോവാം. കുറച്ച് ടൈം കാണാൻ ചെന്നിരിക്കാം. അവന്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് അവനെയും കൂട്ടി ഗാർഡനിലേക്ക് നടന്നു അവൾ പോകുന്ന മാലിന്യം സൗഗന്ധിയും ഒഴികെ എല്ലാവരും ഒരു പുഞ്ചിരിയോടെയും സന്തോഷത്തോടെയും നോക്കി നിന്നു. അവളങ്ങ് ആടി തിമിർക്കുകയാണല്ലോ അമ്മേ. എന്ത് ചെയ്തിട്ട് എന്താ മോളെ, ആ പൊട്ടനെ കൊണ്ട് നടക്കാൻ അവളുടെ യോഗം. അവൾ പോകുന്ന നോക്കി സൗഗന്ധിയോട് പറഞ്ഞ് അടുക്കളയിലേക്ക് നീങ്ങി മാലിനി. ഗാർഡനിലെത്തിയ നിധി സെറ്റ് ചെയ്ത ബെഞ്ചിൽ കൊണ്ടിരുത്തിയ അശോകിനെ. ശേഷം വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചുവന്ന റോസാപ്പൂ എടുത്ത് അവന്റെ അടുത്തേക്ക് ചെന്ന് അവന് നേരെ നീട്ടി. അല്പനേരം അതിലേക്ക് നോക്കിയ ശേഷം അവളുടെ കയ്യിൽ നിന്നൊരു നേരത്തെ ചിരിയോടെ ആ പൂ വാങ്ങിയവൻ. വെറുപ്പുകൾക്കും ദേഷ്യങ്ങൾക്കും അപ്പുറം അവനോട് തോന്നുന്ന പ്രണയത്തോടെ അവനെ നെറ്റിയിലൊരു നേരത്തെ ചുംബനം നൽകിയവൾ. ഇമ വെട്ടാതെ ഒരു നിമിഷം അശോക് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അവനിൽ നിന്ന് അകന്നു മാറി അവന്റെ തോളോട് ചേർന്ന് അവന്റെ അടുത്തായിരുന്നു. അവളുടെ സാമീപ്യം സമനില തെറ്റി അവന്റെ മനസ്സിലൊരു മാറ്റത്തിന്റെ കണിക മുട്ടിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവൾ അശോകിനെയും കൊണ്ട് കാടലിന് വീടിന്റെ ചുറ്റുമൊക്കെ അവന്റെ കൈ പിടിച്ച് ഓരോ സംസാരിച്ച് നടന്നു. അശോകിന് എന്തെങ്കിലും കഴിക്കാനെടുക്കാന്ന് കരുതി അവനെയും കൂടി തന്നെ അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു കാറ് ഗേറ്റ് കടന്നു വരുന്ന കണ്ട് ശിവ. സംശയത്തോടൊരു നിമിഷം ആ കാറിലേക്ക് നോക്കി നിന്നവൾ അതിൽ നിന്നിറങ്ങുന്ന വ്യക്തി ഇതുവരെ കണ്ടിട്ടില്ലെന്ന ഭാവത്തോടെ നോക്കി നിന്നു. ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഒരു ബ്ലൂ ജീൻ കോട്ടുമാണ് അവന്റെ വേഷം. ഹായ് നിധി, ഹൗ ആർ യു? തനിക്ക് മുമ്പിൽ വന്ന് ചോദിക്കുന്നവൻ ആരെന്ന് മനസ്സിലാവാത്ത അർത്ഥത്തിൽ തന്നെ നെറ്റി വിളിച്ച് നോക്കി ശിവ. എന്തോ തനിക്ക് മുന്നിലേക്ക് നീട്ടിയ കയ്യിൽ കൈ കൊടുക്കാൻ തോന്നിയില്ല അവൾക്ക്. ആരാ മനസ്സിലായില്ല? അപ്പൊ വീട്ടിലുള്ളവരൊന്നും അറിയില്ല നിധിക്ക്? എങ്ങനെ അറിയാനായിട്ടാ, ഇവൾക്ക് ഈ പൊട്ടൻ്റെ കൂടെ നടക്കാനല്ലേ നേരുള്ളൂ. പുറകിൽ സാകുന്തിയുടെ ശബ്ദം കേട്ടത് അവളൊന്ന് തിരിഞ്ഞു നോക്കി ശിവ. ഓ അത് ശരി, സാകുന്തിയുടെ ഏട്ടനാണോ? ഇവിടെ ഇതുവരെ കണ്ടില്ല, അതുകൊണ്ട് അറിയാത്ത. ഓക്കെ, എന്തായാലും ഇപ്പം എന്നെ മനസ്സിലായല്ലോ. അപ്പം എന്നെ പരിചയപ്പെടാം. ഐ ആം നീരവ് ശർമ്മ. ഞാനൊരു ബിസിനസ് ട്രിപ്പിലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ വെഡിങ് എനിക്ക് മിസ്സായത്. ശരിക്കും നിധിയെ തിരിച്ചിട്ടെന്ന് കേട്ടപ്പോൾ അന്നത്തെ 5 വയസ്സായിരിക്കും ഇത്രയും മാറ്റം പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവൾ അടിമുടി നോക്കിക്കൊണ്ട് അവൻ പറയുന്ന കേട്ടെന്തോ ഒരു അറപ്പ് തോന്നി അവൾക്ക്. അശോക് വാ, അതും പറഞ്ഞ് അവനെ ഒന്ന് തുറിച്ചു നോക്കി അശോകിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി അവൾ പോകുന്ന ഇമോട്ട് ആ നോക്കുന്ന നീരവിന്റെ മുമ്പിലേക്ക് കയറി നിന്ന് സൗഗന്ധി. എന്താ ഏട്ടാ ഈ നോട്ട് അത്ര പന്തിയായി തോന്നില്ലല്ലോ? ആ പെണ്ണിനോട് എന്തെന്നില്ലാത്തൊരു ഭ്രമമുണ്ട് ഈ നീരവ് ശർമ്മയ്ക്ക്. ആഗ്രഹിക്കുന്ന എന്തോ ഞാൻ നേടാറുണ്ട്, എന്നാൽ അതിലൊന്നും ഇതുവരെ കാണാത്ത എന്തോ ഒന്ന്. അവളുടെ പേര് നിധി പോലെ എന്തോ എന്നെ ആകർഷിക്കുന്നു. ബാക്കി പറയാതെ ഒരു ചിരിയിലൊതുക്കിയവൻ. ഏട്ടാ വേണ്ട, അതിൽ കണ്ണുവെക്കുന്ന അത്ര നല്ലതല്ല. എനിക്കതിനോട് ദേഷ്യം വെറുപ്പെല്ലാം ഉണ്ട്. പക്ഷേ അശോക് അത്രയേറെ അവൻ നെഞ്ചിക്കൊണ്ട് നടക്കുന്നവളാ. ആ, അശോക് ഗുപ്തയുടെ സാമ്രാജ്യം അവസാനിച്ചില്ലേ മോളെ? ഇനി ഇവിടെ
ഈ നീരവ് ശർമ്മയല്ല. പിന്നെ അവള് എത്രയാന്ന് വെച്ചാ ഒരു നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ പൊട്ടനെ കാവലിരിക്കുന്നേ. അവൾക്കൊരു മടുപ്പൊക്കെ തോന്നില്ലേ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെന്നൊക്കെ. വല്ലാത്തൊരു വഷളം ചിരിയോടെ പറയുന്നവരെ നോക്കി സൗഗന്ധ്യ ഒന്ന് പുഞ്ചിരിച്ചു. ഏട്ടൻ വാ, അമ്മ ഏട്ടനിപ്പോൾ വരുന്നു പറഞ്ഞ ഏട്ടന് വേണ്ട സ്പെഷ്യലായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ ഏട്ടാ. സൗഗന്ധ്യ അവനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എന്നാലും എൻ്റെ ശിവ, നീ പറഞ്ഞു ഞങ്ങൾക്ക് ഈ നിമിഷം വരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് നമ്മൾ കണ്ട അശോക് ഗുപ്ത അയാൾ തന്നെയാണോടി? തന്റെ കൂട്ടുകാരൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത തന്നോട് ചോദിക്കുന്നുണ്ട്. ശിവ ഒരു നേരത്തെ പുഞ്ചിരി നൽകി അവർക്ക്. എന്തോ പറയാൻ വേണ്ടി തിരിഞ്ഞതും മുകളിൽ നിന്ന് ഏന്തി വലിഞ്ഞു നോക്കുന്ന മാലിനിയെ കണ്ടു ശിവ. തന്നെ കാണാൻ വേണ്ടി കൈലാസത്തിലേക്ക് വന്നതാണ് എല്ലാവരും. അവരോട് സ്വസ്ഥമായി സംസാരിക്കാൻ വേണ്ടിയാണ് ഗാർഡനിലേക്ക് ഇരുത്തിയത് അവര്. മറ്റാർക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് കരുതി. എന്നാൽ തങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയുള്ള മാലിന്യ നിൽപ്പ് കണ്ട് ശിവക്കൊരു നിമിഷം ചിരി വന്നു. ഡി, നീ എന്താടിയൊന്നും മിണ്ടാത്തേ? നീ പറഞ്ഞു വെച്ച് അശോക് ജീവനത്തിലും സ്നേഹിക്കുന്ന നിധി നീയാണെന്ന് അവൻ ഇപ്പോഴും അറിവില്ല. ശരിയാ ജൂഹി, പക്ഷെ എനിക്കറിയാലോ. പിന്നെ മുത്തശ്ശിയോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ജൂഹി. ശിവ, അശോക് എപ്പോഴെങ്കിലും പഴയതുപോലെ ആയാ നിന്നുള്ള അവൻ്റെ എന്താ മോളെ ഇത്? ഈ ഒരു വന്നിട്ടൊരു വെള്ളം പോലും കൊടുക്കാതെ. അരുൺ പറഞ്ഞു മുഴുമിക്കും മുമ്പേ അങ്ങോട്ടൊരു ട്രേയിൽ ജ്യൂസ് കൊണ്ട് മാലിനി വന്നിരുന്നു. മാലിനിയുടെ പ്രവൃത്തി കൊണ്ട് ശിവ വിശ്വാസം വരാൻ നോക്കി അവരെ. വളരെ സൗമ്യമായി അവരോട് സംസാരിച്ച് അവർക്കെല്ലാം ജ്യൂസ് കൊടുത്തു. എല്ലാവരും കുടിക്കും, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും തയ്യാറാക്കട്ടെ. ഞങ്ങളുടെ നിധിമോളുടെ കൂട്ടുകാരല്ലേ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. വരുത്തി തീർന്ന പുൻചിരിയോട് അവിടുന്ന് പോയി മാലിനി. ഇതാണ് ശിവ നീ പറഞ്ഞ മാലിനി അപ്പച്ചി? നിനക്കെങ്ങനെ മനസ്സിലായി? ആ മുഖത്ത് വാരി ഉതർന്ന് അഭിനയം കണ്ട് അറിഞ്ഞൂടെ? മാലിനി കാറിൽ നിന്ന് അല്പം മാറിയുന്നു. എന്തോ പറയാൻ തുടങ്ങിയതവൻ മുഴുവൻ കേട്ടതുമില്ല. ഒന്നുകൂടെ ജ്യൂസ് കൊണ്ട് പോയാലോ? അയ്യോ വേണ്ട, വല്ല സംശയം തോന്നും. ഇനിയിപ്പോൾ എന്തോ ചെയ്യും? അതോർത്തപ്പോഴാണ് സ്റ്റെയർ ഇറങ്ങി വരുന്ന സരസ്വതിയെ കണ്ടത്. എന്തോർത്ത് വേഗം മാലിനി സരസ്വതിയുടെ അടുത്തേക്ക് ഓടി. എൻ്റെ സരസ്വതി, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? മരുമകളെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണോ നീ? പുറത്തുനിന്ന് വല്ലവരെന്തേലും കണ്ട അത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ സരസ്വതി? എന്താ മാലിനി നിന്റെ പ്രശ്നം? ഏത് നേരം എൻ്റെ മരുമകളുടെ പിറകെ നടക്കുന്നാലാ നിനക്ക് നിന്റെ കാര്യം നോക്കിയാൽ പോരെ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.